നിയമത്തെ പറ്റി കർശനമായി സംസാരിക്കുന്ന അങ്ങ് മനുഷ്യധർമ്മം എന്താണെന്നും കൂടി ചിന്തിക്കണം. നിന്റെ മകന് വേണ്ടി പ്രത്യേക ധർമ്മശാസ്ത്ര രീതി ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യൻ പീനൽ കോഡിലെ എല്ലാ വകുപ്പുകളും ശിക്ഷിക്കാൻ മാത്രമുള്ളതല്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അതോടൊപ്പം നിരപരാധികൾ രക്ഷപ്പെടുകയും വേണം. നീ പറഞ്ഞതിന്റെ അർത്ഥം അവന് ജാമ്യം കൊടുക്കാൻ വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണമെന്നല്ലേ? സ്വന്തം മകന് വേണ്ടി അത്രയും ചെയ്തു പോകുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമോ? നിങ്ങൾ 1000 വട്ടം തെമ്മാടിന്ന് വിളിച്ചാലും അവൻ നിങ്ങളുടെ മകനാണ്. അവനൊരിക്കലും കള്ളം പറയില്ല. കൊല ചെയ്താൽ ചെയ്തു എന്ന് പറയാനുള്ള തന്റെ ഇടം അവനുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നീ എന്ത് പറഞ്ഞാലും ഒരു ജഡ്ജ് എന്ന നിലയിൽ എന്റെ മാർജിൻ വിട്ട് ഒരു ചുവട് പോലും വെക്കാൻ എനിക്ക് കഴിയില്ല. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് റെക്കമെൻഡേഷൻ എന്ന വാക്കിനെയാണ്. നിയമദേവതയ്ക്ക് പോലും പാർഷ്യാലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണുകെട്ടിയിരിക്കുന്നത്. ഐ ആം ജസ്റ്റിസ് ദേവരാജൻ. മിസ്റ്റർ ഗോപിനാഥ്. യെസ് സർ. ഈ കോൺഫറൻസ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാർഗദർശനമായിരിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നമ്മൾ സത്യത്തിന്റെ കാവൽ ഭടന്മാരാണെന്നല്ലേ എല്ലാരും പറയുന്നത്? കാക്കിയുടുപ്പിട്ടവർ കരിമൂർഖന്മാരാണെന്നുള്ളതിന് തെളിവാണ് DSP ഖാദർ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കപടമാർഗങ്ങളിൽ കൂടി പണമുണ്ടാക്കാനായി തന്റെ പദവി ദുരുപയോഗപ്പെടുത്തുന്നത് വേദനയുള്ള കാര്യമാണ്. പൊക്കവും വണ്ണവും മാത്രമാണ് ഒരു പോലീസുകാരന്റെ യോഗ്യതയെന്ന് പൊതുജനങ്ങൾക്ക് ഇന്നും തെറ്റിദ്ധാരണയുണ്ട്. പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥനായ നിങ്ങളെങ്കിലും അത് മാറ്റണം. ധീരതയും സത്യസന്ധതയുമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾ തെളിയിക്കണം. അതുകൊണ്ടാണല്ലോ സർ ഖാദറിനെ കുറിച്ചുള്ള അന്വേഷിച്ച പോലെ ഞാൻ ഏറ്റെടുത്തത്. എന്നെ പോലുള്ള IG വരെ തെറ്റിയതെന്ന് വരും. അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുള്ള ഒരു കോൺസ്റ്റബിൾ ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ പോലീസുകാരൻ. വേലി തന്നെ വിളതിരുന്നത് ഡിപ്പാർട്ട്മെന്റ് അവമാനകരമാണ്. ഖാദറിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ കണ്ടുപിടിക്കും. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. കസ്റ്റംസും പോലീസും കഴുകന്മാരെ പോലെ നമ്മെ വട്ടമിടാൻ തുടങ്ങിയിട്ടുള്ള കാര്യം മറക്കരുത്. അവരെ വെട്ടിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. എങ്കിൽ സ്വർണം കൊണ്ടിരുന്ന ബോട്ട് രാത്രിയിൽ മാത്രമേ കരക്കടുപ്പിക്കാവൂ. അത്രയേ ഉള്ളൂ. ശരി, പൊയ്ക്കോളൂ. ഇവിടെ ആരുമില്ലേ? ആരാണ്? മനസ്സിലായില്ലല്ലോ. ഞാനൊരു ഫിഷിംഗ് ബോട്ട് കമ്പനിയുടെ ഏജന്റാണ്. ഇവിടുത്തെ മാർക്കറ്റിലെ ഏറ്റവും വലിയ മീൻ കച്ചവടക്കാരൻ മൊയ്തുക്കിയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇരിക്കെ. എന്താണ് അറിയേണ്ടത്? ഏറ്റവും കൂടുതൽ വിലക്കാണ് ഞങ്ങൾ മീൻ കൊടുക്കുന്നത്. പക്ഷേ എത്ര വരുമാനം ഉണ്ടായിട്ടും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വരവിനൊക്കെ ചെലവ് കൂടിയ കാലമല്ലേ ഇത്? ഞമ്മക്ക് മീൻ തരുന്ന കമ്പനിക്കാർ ഇത് തന്നെ പറയുന്നത്. അപ്പോൾ സെബാസ്റ്റിന്റെ കമ്പനിക്ക് മാത്രം എന്താ ഇത്ര ലാഭം ഉണ്ടാവുന്നത്? അക്കാര്യം നമ്മൾ പറയണ അത്ര ശരിയല്ല. ഞങ്ങളുടെ കമ്പനിയിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. അവരുടെ ഭാവി ജീവിതം തയ്യാറാതിരിക്കാൻ വേണ്ടിയാണ് മൊയ്തുക്കാരുടെ ഉപദേശം ചോദിക്കുന്നത്. സെബാസ്റ്റിൻ മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയോ? എല്ലാരും കടലിൽ പോയി വലവീശിയാ കിട്ടുന്നത് മീനാണ്. പക്ഷെ സെബാസ്റ്റിന്റെ ബോട്ട് വരേണ്ടത് സ്വർണ്ണക്കട്ടികളാണ്. മനസ്സിലായി. അവൻ ബോട്ട് വെച്ചിരിക്കുന്ന കള്ളക്കടത്ത് നടത്താനല്ലേ? അങ്ങനെയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ശരി, അപ്പൊ ഞാൻ വരട്ടെ. സെബാസ്റ്റ്യൻ, നമ്മൾ കോട്ട കെട്ടുന്നത് പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഏത് നിമിഷത്തിലാണ് അത് പൊട്ടിത്തെറിക്കുന്നതെന്നറിയില്ല. എന്ന് വെച്ചാൽ അജി ഇന്നലെ എന്നെ വിളിപ്പിച്ച് സൈഡ് ബിസിനസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. സാറെന്തിനാ വിഷമിക്കുന്നത്? ഉദ്യോഗം പോയാലും 9 തലമുറയ്ക്ക് കഴിയാനുള്ള സത്ത് സാർ ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ട്. പക്ഷേ സ്വത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നത്. Yes, come in. ഗുഡ് മോർണിംഗ്.
ഗോപി എന്താ ഇങ്ങോട്ട്? സെബാസ്റ്റ്യൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പക്ഷേ ഖാദർ സാർ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഞങ്ങൾ പഴയ സ്നേഹന്മാരല്ലേ. ഗോപി ഇരിക്കും. താങ്ക് യു. ഗോപിയെ സെബാസ്റ്റ്യന് പരിചയമുണ്ടോ? ഇല്ല. എനിക്ക് നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. എങ്ങനെ? അത് കൊള്ളാം. ജലകന്യകയുടെ മുതലാളി ആരാ അറിയാത്തത്? ഓ, I see. ആ ഗോപി IPS ആ. ഈയിടെയാണ് ഡിപ്പാർട്ട്മെന്റിൽ നിയമനം കിട്ടിയത്. Congratulations. I am delighted to see you. താങ്ക് യു. ഗോപി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്റെ ഒരു കസിൻ ജോലിയില്ലാതെ വളരെ കഷ്ടത്തിലാണ്. നിങ്ങളുടെ ബോട്ട് കമ്പനിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു ജോലി കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു. അതിനിപ്പോ കമ്പനിയിൽ പുതുതായി ആൾ എടുക്കുന്നില്ലല്ലോ ഗോപി. സെബാസ്റ്റ്യൻ സാറിന്റെ കമ്പനിയിൽ ആളെടുക്കുന്നത് ഖാദർ സാറാണോ? അതല്ല, സെബാസ്റ്റ്യൻ ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അത് ശരി. ഞാൻ കരുതി ഖാദർ സാറിനും ജലകനിയിൽ പാർട്ട്ണർഷിപ്പ് കാണുമെന്ന്. ഗോപി കസിന്റെ ജോലിക്കാര്യം പറഞ്ഞിവിടെ വന്നിരിക്കുന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നല്ലോ. ആരെയും സംശയദൃഷ്ടിയോടെ നോക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവമാണല്ലോ. ആ നിലയ്ക്ക് ഖാദർ സാർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലിരിക്കുന്നത് നീതിപാലനത്തിനാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. ഗോപി, ഡിപ്പാർട്ട്മെന്റിൽ ഈയിടെയായി പുതുമഴയിൽ കിളിർത്ത തകരകളെ കാണുന്നുണ്ട്. അതിനിടയിൽ കാക്കിയുടുപ്പിട്ട് പതുങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പുകളും ഉണ്ട്. ഗോപി, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകും. സോറി മിസ്റ്റർ സെബാസ്റ്റ്യൻ, മനസ്സിലാക്കേണ്ട സമയം അടുത്തോട്ടെന്ന് ഖാദർ സാറിന് അറിയാം. അദ്ദേഹം എന്റെ സീനിയർ ഓഫീസർ അല്ലേ. ഓക്കെ, വി വിൽ മീറ്റ് അഗൈൻ. ഗോപി, കടൽ നീന്തി കടക്കാൻ മടിക്കാത്ത എന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തണ്ട. അതിന് മറുപടി പറയേണ്ട സ്ഥലത്ത് വെച്ച് ഞാൻ പറയാം. പക്ഷെ ഒരു കാര്യം, കള്ളപ്പണവും കരിഞ്ചന്തയും നടത്തുന്ന കൊലപാതകൾക്കുള്ളതല്ല ഈ കാക്കിക്കുപ്പായമെന്ന് ഞാൻ തെളിയിക്കും. ഐ വിൽ പ്രൂവ് ഇറ്റ്. ബൈ. ഇവനെ നമ്മൾ സൂക്ഷിക്കണം. You are correct. സാർ, ആ ഇൻസ്പെക്ടർ ഗോപിനാഥ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം സാറിന് അറിയാം? ഇല്ല. സാറിന്റെ ബോട്ട് ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും മൊയ്തു അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ അത്രയ്ക്കായോ? ടേക്ക് ഇറ്റ് ഈസി സെബാസ്റ്റ്യൻ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ പഠിച്ചിട്ടില്ല അല്ലേ? You are correct.
മൊയ്തുക്ക മൊയ്തുക്ക പെങ്ങളാ? മൊയ്തുക്കയുടെ വീട് കത്തിപ്പോയെന്നറിഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഈ എരിഞ്ഞു കിടക്കുന്ന വീടല്ല, സുൽത്താന്റെ കൊട്ടാരമാണ്. ബിയാത്തുവിന് വേണ്ടി നമ്മൾ കിട്ടിയ താജ്മഹൽ. മൊയ്തുക്ക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളാ? അതെ, അദ്ദേഹമുണ്ട്. ഇരിക്കാൻ കൊടുക്ക ഇടമില്ലാത്തടത്ത് എന്തിനാണ് പെങ്ങളെ വലിയവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? മൊയ്തുക്ക വീട്ടിലേക്ക് വരണം. അതിന് നേരമായില്ല പെങ്ങളെ. നമ്മൾ രണ്ട് ആമക്കളും ജയിലിലാണ്. അവർക്കിടമില്ലാത്തടത്ത് മൊയ്തു വരില്ല. മൊയ്തുക്ക ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ? ഇല്ല, വരില്ല. നമ്മളെ വീട് കത്തിച്ചതിനേക്കാളും നീചനാണ് നമ്മുടെ കൽബ് കത്തിച്ചത്. അപ്പോ ഞങ്ങൾ പോട്ടെ മൊയ്തുക്ക. അമ്മ കരയരുത്. നീ ജയിലിലാണെങ്കിലും നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനും ജീവിച്ചിരിക്കുന്നത്. അമ്മേ, എന്നെ തൂക്കുമരത്തിലേറ്റുന്നതാണ് അച്ഛന്റെ പ്രസ്റ്റീജ്. അങ്ങനെ പറയരുത് മോനെ. എന്നെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന ആളാണ് നിന്റെ അച്ഛൻ. എന്ത് ചെയ്യാം, എല്ലാം എരിയുന്ന അരക്കില്ലത്തിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. അമ്മ മൊയ്തുക്കയെ കാണാറുണ്ടോ? എനിക്ക് ആകെ ആശ്രയമായിരുന്ന മൊയ്തുക്ക ബഷീർ ജയിലിലായതോടുകൂടി ഒരു ഭ്രാന്തനെ പോലെയാണ്. ഞാനിവിടെ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. എന്താണമ്മേ? ഞാൻ പറയാൻ പോകുന്നത് ബഷീർ അറിയരുത്. സെബാസ്റ്റ്യന്റെ ആളുകൾ മൊയ്തുക്കയുടെ വീട് തീ വെച്ചു. യാതൊരു ആശ്രയമില്ലാതെ മൊയ്തുക്ക അലഞ്ഞു തിരിയുന്നു. വീട്ടിലേക്ക് വിളിച്ചിട്ടും വരുന്നില്ല. എനിക്കിനി ഇത് സഹിക്കാൻ കഴിയില്ല മോനെ. സമയമായി. അമ്മ സമാധാനമായി വീട്ടിലേക്ക് പോകും. എല്ലാം നടക്കേണ്ടതുപോലെ നടക്കും.